ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഡോക്ടർ ജോൺ കുടിയിരിപ്പൽ MSD. പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കാതിരിക്കുവാൻ 9 ദൈവശാസ്ത്ര കാരണങ്ങൾ കഴിഞ്ഞ ഓഡിയോയിൽ ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ഈ ഓഡിയോയിൽ എന്തുകൊണ്ട് മാതാവിനെ മധ്യസ്ഥ എന്ന് വിളിക്കാമെന്നതിനും എന്തുകൊണ്ട് സകല വരങ്ങളുടെയും മധ്യസ്ഥ എന്ന് വിളിക്കരുത് എന്നതിനും ദൈവശാസ്ത്ര കാരണങ്ങൾ നിരത്തുന്നു. 2 മധ്യസ്ഥരെ പറ്റി പറയുന്നത് ബൈബിൾ സത്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന നിരീക്ഷണം ദൈവശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഒരേ ഒരു മധ്യസ്ഥനെ പറ്റി മാത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ ഈശോ മിശിഹ. ഈശോയുടെ മാധ്യസ്ഥം സ്വതന്ത്രവും രക്ഷാകരവുമാകുന്നു. മാതാവിന്റെ മാധ്യസ്ഥമാകട്ടെ ആശ്രിതവും ഐക്യദാർഢ്യത്തിൻ്റെതുമാകുന്നു. ദാറ്റ് ഈസ്, മേരീസ് മീഡിയേഷൻ ഈസ് വൺ ഓഫ് സോളിഡാരിറ്റി വിത്ത് ജീസസ്. അല്പം കൂടി വ്യക്തമാക്കാം. മധ്യസ്ഥ എന്ന നിലയിൽ മാതാവ് ഈശോയെ ആശ്രയിക്കുമ്പോൾ ഈശോയ്ക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല. ലൂമൻ ജെൻസിയും 62-ാം ഖണ്ഡികയിൽ പറയുന്നു: സ്വർഗാരോപണം ചെയ്തുവെങ്കിലും പരിശുദ്ധ അമ്മ ഇപ്പോഴും നമുക്കായി മധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്നും വിരമിച്ചിട്ടില്ല. പിതാവായ ദൈവത്തിന് മുമ്പിൽ ഈശോയ്ക്ക് മധ്യസ്ഥം വഹിക്കാമെങ്കിൽ ഈശോയ്ക്ക് മുമ്പിൽ എന്തുകൊണ്ട് മാതാവിന് മധ്യസ്ഥം വഹിച്ചുകൂടാ? ഉത്തരം വ്യക്തമാണ്. തീർച്ചയായും മാതാവിന് നമുക്കായി മധ്യസ്ഥം വഹിക്കുവാൻ കഴിയും. ലിയോ 13-ാം മാർപ്പാപ്പ 1894 അദ്ദേഹത്തിന്റെ ഓൾവേസ് വിത്ത് ജോയ്ഫുൾ എക്സ്പെക്ടേഷൻ എന്ന ചാക്രിക ലേഖനത്തിന്റെ 2-ാം ഖണ്ഡികയിൽ മാതാവിനെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ബൊനവഞ്ചർ മാതാവിനെ മീഡിയാട്രിക്സ്, ഇല്ലൂമിനാട്രിക്സ്, ഡിസ്ട്രിബ്യൂട്രിക്സ്, പ്രൊമോട്രിക്സ് എന്നെല്ലാം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. 10-ാം പിയൂസ് മാർപ്പാപ്പ മാതാവ് ദേവജനത്തിന് മധ്യസ്ഥയാണെന്ന ധ്വനിയിൽ 2 ചാക്രിക ലേഖനങ്ങൾ എഴുതുകയും സഭാഗാത്രത്തെ സഭയുടെ ശിരസ്സായ ഈശോയുമായി ബന്ധിപ്പിക്കുന്ന കഴുത്തായും താരതമ്യം ചെയ്തിരിക്കുന്നു. അതായത് സഭ അതിൻ്റെ ശിരസ്സായ മിശിഹായോട് മാതാവാകുന്ന കഴുത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. 1937 11-ാം പിയൂസ് മാർപ്പാപ്പയാണ് ആദ്യമായി മാതാവിനെ എല്ലാ കൃപകളുടെയും ഇരിപ്പിടം എന്ന് വിശേഷിപ്പിച്ചത്. 12-ാം പിയൂസ് മാർപ്പാപ്പ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം എന്ന ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ എഴുതി: സഭയുടെ ശിരസ്സായ മിശിഹായിൽ നിന്നും അനുഗ്രഹങ്ങളുടെ നീരുറവ പരിശുദ്ധ അമ്മ വഴി ഭൗതിക ശരീരത്തിലെ അംഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. നിരവധിയായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവരുടെ മേൽ മാതാവ് മാതൃസഹജമായ ശ്രദ്ധ പുലർത്തുന്നു. അതിനാൽ പരിശുദ്ധ അമ്മയെ സഹായിക, മധ്യസ്ഥ, ഉപകാരി, വക്താവ് എന്നീ ശീർഷകങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം എന്ന് 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭ എന്ന പ്രമാണിക രേഖയുടെ 62-ാം നമ്പറിൽ പറയുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവ് എല്ലാ കൃപയുടെയും ഇരിപ്പിടം എന്ന 11-ാം പിയൂസ് മാർപ്പാപ്പായുടെ പ്രയോഗം 2-ാം വത്തിക്കാൻ കൗൺസിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. പകരം മധ്യസ്ഥ എന്ന് മാത്രം പറയുന്നു. മാതാവ് നമുക്കായി മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. മാതാവിനെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നതിലൂടെ ഈശോയുടെ പദവിക്കോ കാര്യക്ഷമതയ്ക്കോ മഹത്വത്തിനോ എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടാകുന്നില്ല. വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് കത്തോലിക്ക സഭ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിദൂരത്തുള്ള ഒരു സുഹൃത്തിനോട് പ്രാർത്ഥനാഭ്യർത്ഥന നടത്താമെങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധരോട് പ്രാർത്ഥിച്ചുകൂടാ? മരണം വിശ്വാസികളുടെ കൂട്ടായ്മയെ വിച്ഛേദിക്കുന്നില്ല. മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യുക്തി സഹജമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നതും ന്യായീകരിക്കാവുന്നതാകുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ സക്രാരി എന്ന നിലയിൽ, വാഗ്ദാന പേടകമെന്ന നിലയിൽ, തൻ്റെ ഉദരം വചനമായ ദൈവത്തിന് ദാനം ചെയ്തവളെന്ന നിലയിൽ മാതാവിന്റെ മാധ്യസ്ഥം തേടുന്നത് അങ്ങേയറ്റം ഉചിതവും അഭികാമ്യവുമാകുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.